നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബീർബൽ കഥയാണ്. അക്ബർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിത ശ്രേഷ്ഠരിൽ ഒന്നാമനാണ് ബീർബൽ. നവരത്നങ്ങളിൽ പ്രധാനിയാണ് ബീർബൽ. ബുദ്ധിമാനും തന്ത്രശാലിയും ഒക്കെയായ ബീർബൽ രാജാവിൻ്റെ ഉപദേശകൻ കൂടിയാണ്. ഒരിക്കൽ രാജസഭയിൽ വച്ച് അക്ബർ താൻ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് വിവരിച്ചു. അതാണ് ഈ കഥ. ആ സ്വപ്നം ഇപ്രകാരമാണ്. രാജാവ് പറയുകയാണ്: മാന്യരെ, ഇരുട്ട് നിറഞ്ഞ രാത്രിയിൽ ഞാനും ബീർബലും ഒരുമിച്ച് നടക്കുകയായിരുന്നു. ഇടയ്ക്ക് വച്ച് അബദ്ധത്തിൽ ഞങ്ങൾ കൂട്ടിയിടിച്ച് ഇരുവശത്തേക്കും വീണു. ഭാഗ്യത്തിന് ഞാൻ ചെന്ന് വീണത് പായസക്കുഴിയിലാണ്. പക്ഷേ എൻ്റെ ചങ്ങാതി വീണത് ചാണകക്കുഴിയിലും. ഇത്രയും പറഞ്ഞ് രാജാവ് വിജയിയുടെ ഭാവത്തിൽ നിന്നു. തന്നെ കളിയാക്കാൻ വേണ്ടിയാണ് അക്ബർ മഹാരാജാവ് ഈ സ്വപ്നത്തിൻ്റെ കഥ മെനഞ്ഞതെന്ന് ബീർബൽ മനസ്സിലാക്കി. സദസ്യരുടെ കൂട്ടച്ചിരികൾക്കിടയിൽ ബീർബൽ പറഞ്ഞു: മഹാരാജാവേ, ഇത് അത്ഭുതകരമായിരുന്നു. കഴിഞ്ഞ രാത്രി ഞാനും ഇതേ സ്വപ്നം കണ്ടു. അങ്ങ് നമ്മുടെ വീഴ്ച വരെ കണ്ടപ്പോഴേക്കും ഉണർന്നില്ലേ? എന്നാൽ ഞാൻ ആ സ്വപ്നത്തിൻ്റെ ബാക്കി കൂടി കണ്ടു. അങ്ങ് പായസക്കുഴിയിൽ നിന്ന് കയറി വന്നപ്പോൾ ഞാൻ അങ്ങയുടെ ശരീരം മുഴുവൻ നക്കി തുടച്ച് വൃത്തിയാക്കി. കഴുകാൻ ഒരു തുള്ളി വെള്ളം പോലും അവിടെയെങ്ങും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ ചെയ്തതുപോലെ അങ്ങ് എൻ്റെ ദേഹവും നക്കി വൃത്തിയാക്കി തന്നു. അപ്പോൾ ബീർബൽ ഈ കഥ പറഞ്ഞപ്പോൾ രാജാവിൻ്റെ മുഖമങ്ങ് വിളറി. എങ്കിലും അദ്ദേഹം ബീർബലിൻ്റെ ബുദ്ധിയെ അംഗീകരിച്ചു. ഇത് ബീർബലുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.